ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന് ഫോണിൽ നോക്കുമ്പോൾ ഒരു വാർത്ത കാണുന്നു. $1 100 രൂപ. ആദ്യമായി കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും അത് അമേരിക്കയുടെയും രൂപയുടെയും കാര്യമല്ലേ, എനിക്കെന്താ കുഴപ്പമെന്ന്. പക്ഷെ സത്യത്തിൽ രൂപയുടെ മൂല്യം 100ന് മുകളിലേക്ക് ഇടിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്ന പെട്രോൾ, ഇലക്ട്രിക്കൽ ഗൂഡ്സ്, മൊബൈൽ, അതേപോലെ തന്നെ മരുന്നുകളുടെ അസംസ്കൃത വസ്തുക്കൾ പോലും അതിന്റെ വലിയൊരു ഭാഗം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഡോളറിലാണ് പണം നൽകേണ്ടത്. സോ ആദ്യം എന്ത് ചെയ്യണം? റുപ്പി കൊടുത്ത് ഡോളർ വാങ്ങി പിന്നീട് ഡോളർ കൊടുത്ത് ഇത്രയും സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റുപ്പിയുടെ ചെലവ് കൂടുകയും സ്വാഭാവികമായും പെട്രോളിന്റെ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെ വില കൂടിയാൽ ലോറി ചാർജ്, ബസ് ചാർജ്, വിമാന ടിക്കറ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതെല്ലാം കൂടുകയും ഇങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില കൂടുമെന്ന് ചുരുക്കം. അങ്ങനെ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ വരുന്ന ചെലവ് സ്വാഭാവികമായും കൂടും. പക്ഷേ എല്ലാവർക്കും ഇതുകൊണ്ട് നഷ്ടമാണോ സംഭവിക്കുക? അങ്ങനെയല്ല. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് നിന്ന് ഡോളർ വരുമാനം ലഭിക്കുന്നവർക്കും കുറച്ച് കൂടുതൽ രൂപ ഇന്ത്യയിൽ ലഭിക്കും. ഉദാഹരണം പറഞ്ഞാൽ, മുൻപ് ഒരു ഡോളറിന് 85 രൂപയായ സമയത്ത് $1000 പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് അയച്ചാൽ 85,000 രൂപ ഇന്ത്യയിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇനി 100 രൂപയാവുന്ന സമയത്ത് ഇതേ $1000 ഇന്ത്യയിലേക്ക് അയച്ചാൽ 1,00,000 രൂപ അവർക്ക് കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഇത് ചില ആൾക്കാർക്ക് ഗുണകരമാണ് താനും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, രൂപ 100ന് മുകളിൽ പോയാൽ ഇന്ത്യ എന്ത് ചെയ്യും? വിലക്കയറ്റം കുറയ്ക്കാനായി ഇന്ത്യ എന്ത് ചെയ്യും? ആദ്യം ഇന്ത്യൻ റിസർവ് ബാങ്ക് അവരുടെ കൈവശമുള്ള ഡോളർ ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ചെടുത്ത് വിൽക്കാൻ തുടങ്ങും. അങ്ങനെ ഡോളറിന്റെ ലഭ്യത മാർക്കറ്റിൽ കൂട്ടി അതിന്റെ ഡിമാൻഡ് കുറച്ച് ഇന്ത്യയുടെ രൂപയുടെ വില നിയന്ത്രിക്കാൻ ശ്രമിക്കും. രണ്ടാമതായി, വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ, വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രൂപ കൂടുതൽ വാങ്ങുന്നത് കൊണ്ട് രൂപയുടെ മൂല്യം കൂടും എന്നുള്ളത് കൊണ്ട് വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ തുടങ്ങും. ഉദാഹരണം, ഇൻകം ടാക്സ് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങും. കഴിഞ്ഞ ആഴ്ച വിദേശ നിക്ഷേപകർ ഷെയർ മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന ലാഭത്തിന് ഒരളവ് വരെയുള്ള ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഓർഡിനൻസ് ഒക്കെ ഇറങ്ങിയിരുന്നു. മൂന്നാമതായി, കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും സർക്കാർ പ്രത്യേക നയങ്ങൾ കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഡോളർ 100 രൂപയാകുന്നത് ഒരു സംഖ്യ മാത്രമല്ല. അത് നമ്മുടെ ഇന്ധന വിലയും ഭക്ഷണ ചെലവും യാത്രാ ചെലവും ജീവിത ചെലവും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് ഇനി വാർത്തയിൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് സാമ്പത്തിക വിദഗ്ധരുടെ മാത്രം പ്രശ്നമാണ്, അമേരിക്കയുടെയും രൂപയുടെയും മാത്രം പ്രശ്നമാണ് എന്നല്ല ചിന്തിക്കേണ്ടത്. അത് ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു വാർത്തയാണ് എന്ന് മനസ്സിലാക്കണം. ഈ വിവരം ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതിന്റെ യഥാർത്ഥ ആഘാതം എത്ര വലുതാണെന്ന് അറിയുന്നവർ വളരെ കുറവാണ്. താങ്ക് യു സോ മച്ച്.